കൃത്യം 7:30 തന്നെ ഖജാൻജി എന്റെ പക്കൽ പൈസ അടച്ച് രസീത് വാങ്ങിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കൊടുക്കുന്ന മറ്റവരെന്ത് അവനെന്ത് ചെയ്യുക? ഞാൻ വായിച്ചോളാം. പക്ഷെ ഞാൻ അത് വായിക്കുന്നതിന്റെ കാശ് തരുള്ളൂ. വായിച്ചോ. അവിടെ ഉണ്ട്. നീ ചുമ്മാ ഇരിക്കുമ്പോ ചുമ്മാ പാലിത്തോടെ അത് ഞാൻ അടിക്കാനുള്ള വഴി തപ്പിയത്. കൺസെപ്റ്റ് വായിക്കാൻ എനിക്ക് വഴി വേണ്ടേ? ആ വഴി തപ്പിയത് നിങ്ങളാണെങ്കിൽ അവന്റെ കോൺസെപ്റ്റിന്റെ വടി ഉണ്ടാക്കി കൊടുത്തോളാം. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞുള്ളത് ഇപ്പൊ ഇതിലേക്ക് ഗാനമേള ചെയ്തു പോയാലേ. സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി താരമാകാനാഗ്രഹിക്കുന്ന ശ്രീ കെ കോന്നി ശശാങ്കൻ സിംഗ് അവതരിപ്പിക്കുന്ന അടിപൊളി ഗാനമേള ആരംഭിക്കുന്നു. ഗാനമേള അവതരിപ്പിക്കുന്നതിനായി ശ്രീ ശശാങ്കനെയും അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതിന് നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയും ഞാൻ ഈ വേദിയിലേക്ക് സംഘർഷം സ്വാഗതം ചെയ്യുന്നു. ഇതാണോ പൊന്നാട? പൊന്നാടയ്ക്ക് ഇപ്പൊ എന്താ വിലയെന്നറിയോ? ഇത് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം ഡിവോഴ്സൽ സോങ് അല്ലേ? അല്ല, ഇതൊരു വ്യക്തി നടത്തുന്ന പരിപാടി. ഇത് കണ്ടോ? ഇതെന്നാ? എടോ തനിക്ക് തരാനുള്ള കാഴ്ച ഇപ്പൊ തരത്തില്ല. ഗാനമേള കഴിയുമ്പോ കൊണ്ടത്തരാം. അത് മതി. പറ്റിക്കല്ല. തകർത്തോ. ഗാനമേള കാണണം. ആ പരിപാടിയുടെ നോട്ടീസിംഗ് ആണ്. എന്താണ് ഇങ്ങോട്ട് ഗാനമേള എഴുതി വെച്ചിരിക്കുന്നത്? നമ്മള് പോകുന്ന പച്ചടിക്കല്ലേ? ആശാരി ഗർഭ ഇരിക്കുന്നത് വെച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞെഴുതിപ്പിച്ചതാ. ആർക്കുകൊണ്ട് കിട്ടിയ ഒരു പരിപാടിയാ. നീ എന്നെ കൂടി അത് കുളം ആക്കുമല്ലോടാ. തുപ്പ തുടങ്ങും. എന്നെ തുടങ്ങ്. ആശാനെ എന്തുവാടാ? അയ്യപ്പൻ നമ്പറാണ്. ആണോ? എന്നാ പുലിവാഹന. ആദ്യമായി 10 കാലം അല്ല ഭക്തികാലം. ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ അയ്യപ്പനെ തുളിച്ചുകൊണ്ട് ഒരു ഭക്തികാലം ആരംഭിക്കുന്നു. ഞാൻ തന്നെ. മാമലൈ സബരിയിലെ മണികണ്ഠൻ സന്നിധാനം. അരേ വാ. ഒരിക്കൽ രാജമോഹനോട് ചോദിച്ചു, അഖിലിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, കിരീടവും ചെമ്പറും വെക്കാത്ത ഒരു കുതിരക്കാരനാണ്. അല്ല, ഗാനമേളക്കാരനാണ്. സിനിമാ പാട്ട് പാടുന്നുണ്ട്. അടുത്ത സിനിമാ പാടില്ല പാടുന്നത്. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് സിനിമാ പാട്ട്. അസല ഇങ്ങനെയാണ് പറയുന്നത്. കൊഴുപ്പൂക്കണമെന്ന് പറ. വളരെ കഷ്ടപ്പെട്ട് പാടിയതാണ്. വളരെ നിസ്സാരമായി ഞങ്ങളുടെ മലയാളക്കാർക്ക് കേട്ടില്ല. സംബന്ധമായിട്ടുള്ള ഈ ചാരിറ്റി പ്രവർത്തനം നിങ്ങളുടെ കയ്യിലുള്ള അത് വലുതോ ചെറുതോ എന്തുണ്ട് ഈ ബക്കറ്റ് കൊണ്ടിട്ടാൽ
അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അത് ചെയ്യുന്ന നിങ്ങൾ പ്രിയമുള്ളവരെ, ഗാനം ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങൾ വന്ന് സമ്മാനമായി നോട്ടുമാല, പൂച്ചെണ്ട്, മറ്റു പാരിതോഷികങ്ങൾ ഇതൊന്നും കൊടുക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയ ക്ലാസ്, കേരളത്തിൽ ആദ്യമായി വിഷ്വൽ ഗാനമേള വേദികളിൽ എത്തിച്ച ജനദ്രോഹ ഗാനമേള ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രശസ്ത ഗായകൻ നിരവധി വേദികൾ മാറിക്കേറി എരന്ന് ചാൻസ് മേടിച്ച സിനിമയുടെ പിന്നപ്പുറ ഗായകൻ പ്രിയപ്പെട്ട ചന്ദ്രദാസ് കോടംപറമ്പ്. വെൽക്കം ചന്ദ്രദാസ് കോടംപറമ്പ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിഷ്വൽ ഗാനമേള ഞാനും എന്റെ ടീമും ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലെ പാട്ടുകൾ ആലപിക്കുമ്പോൾ ഒക്കെയാണ് വിഷ്വൽ എല്ലാം ചെയ്യുന്നത്. അവർക്കൊരു നല്ല കയ്യടി നിങ്ങൾക്ക് കൊടുക്കാം. താങ്ക് യു. ഓക്കെ, ചിന്തിക്കുന്നുള്ളൂ. 14 രാവുത്സവ മാനത്തോ എന്ന് തുടങ്ങുന്ന ഗാനം ഞാൻ തന്നെയാണ് ആലപിക്കുന്നത്. ഈ സമയം 1 2 3 4. സംഭാവനകൾ കൊണ്ടുവരുന്നത് എന്ന് വീണ്ടും അപേക്ഷിക്കുകയാണ്. പാട്ട് കേൾക്കാനാണ് ജനങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. ആണോ? ദിലീപിന്റെ സിനിമയിൽ പാട്ട് പാടാൻ ദിലീപിന്റെ സിനിമയുടെ പാട്ട് പാടാൻ അറിയാമോ? അറിയാം. അതല്ലേ പാടത്തുള്ളൂ ഞങ്ങൾ. എന്നൊരു കാര്യം ചെയ്യും, ദിലീപിന്റെ 100ാമത് ചിത്രത്തിൽ ആ പാട്ട് പാടും. ഗാനമേള കഴിഞ്ഞ് വെടിക്കെട്ട് കണ്ടിട്ടേ പോകാവുള്ളൂ. ഗംഭീര വെടിക്കെട്ട. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. പാടിക്കും. എടാ, ഈ ദിലീപിന്റെ 100ാമത് ചിത്രം എന്ന് പറഞ്ഞ പണിക്കാരനാണ്. അല്ല, വേലക്കാരൻ. അതൊന്നും അല്ല, കണക്കപ്പിള്ള. ഓ, കാര്യസ്ഥൻ. അത് തന്നെ ഞാൻ അനൗൺസ് ചെയ്തു. സൂപ്പർസ്റ്റാർ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാര്യസ്ഥനുള്ളവരുടെ മംഗളങ്ങൾ വളരെ കുറവുകയാണ്. അവസാനം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാരി വിതറിയല്ലേ മംഗളങ്ങൾ
എന്താ? പിന്നെ പരിപാടികളൊന്നും ചോറോളം ചോദിച്ചില്ലായിരുന്നു. അത് സ്റ്റേജിന്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കമ്മിറ്റികളിലായിരുന്നു. എനിക്കിനി ഊരാൻ കഴിയില്ല. വേറെ കൊണ്ട് തൊള്ളി പറിച്ചോണ്ട് വന്നു. ഇത് ഓടിക്കാനൊന്നും പറ്റുന്നില്ല. കമ്മിറ്റികൾ എന്നാണ്. പിന്നെ വെള്ളം കളിപ്പിക്കാനേ എനിക്ക് വയ്യ. പുറകെ കാണും കേട്ടോ. നീ വരുമോ കൂതാ? തുള്ളാൻ പറ്റി പാട്ട് പാടും. ആര് പറഞ്ഞ തുള്ളുന്നില്ലെന്നു? എല്ലാവരും തുള്ളുന്നുണ്ടല്ലോ. തുള്ളുന്നുണ്ട്. കലി തുള്ളുക. എന്തിന്? നിന്നെ തല്ലാൻ. മര്യാദക്ക് തുള്ളാൻ പറ്റി പാട്ട് പാടും. ഏത് പാട്ട് വേണം? വിക്രമന്റെ പാട്ട് പാടും. ബാല്യമേലെ വിക്രമന്റെ പാട്ട് മതിയോ? അല്ല അന്യന്റെ പാട്ടൊന്നും ഞാൻ പാടത്തൊന്നുമില്ല. ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. അങ്ങാട് പാട്. എന്നൊരു കാര്യം ചെയ്യാം. അത് രണ്ടൊക്കെ പാടാം. ഞാൻ എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കാം. ഇതവിടെ കൊണ്ടുപോകും. വിറക് തുള്ളാൻ എന്റെ തവലയിൽ കിട്ടിയുള്ളൂ. നിനക്ക് കത്തിക്കാൻ സൂപ്പർ സ്റ്റാർ അന്ന് എന്ന തമിഴ് സൂപ്പർ ഹിറ്റിൽ നിന്നും രണ്ടൊക്കെ കേരളത്തിലാണ് നിങ്ങളെ തമിഴ് സിംഗർ രണ്ടാക്കാണ്ട് പാടിട്ട് അവസാനം നാട്ടുകാരെ കുറിച്ച് നാലാക്കൂ. നിന്റെ കരുതാക്കോളൊന്നും പറയാതില്ല. ക്യാഷ് ക്യാഷ് കയറ്റിയാണ് ഞങ്ങൾ അല്ല ഇങ്ങനെ മൈക്കിൽ കൂടി പറഞ്ഞുകൊണ്ടാണല്ലേ ഞങ്ങൾ സംഭാവനകളൊന്നും ചെയ്യുന്നത്. അല്ല കുറച്ചുള്ള സംഭാവനകളാണ് ഞങ്ങൾ ചെയ്യുന്നതല്ലോ. ക്ഷമിക്കണം, നിങ്ങളുടെ പരിപാടിക്ക് ഒരാളെ സംഭാവന ചെയ്തതായിരുന്ന കാശ് നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾ സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാശിലോട്ട് നേരെ വേണ്ടി വേറെ അല്ല നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ഇന്നലത്തെ പോലെ നടക്കുമോ? നടക്കാൻ കുറച്ചുണ്ടോ? മക്കളെ ആയാലും പോരാ. ഇതൊക്കെ എല്ലാം വെട്ടി കൂട്ടി ചാക്കിലെ തരുമ്പോ